മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കളങ്കമുണ്ടാക്കിയ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ ഫാദർ ജോൺ വർഗീസ് കത്തനാരെ എല്ലാ ചുമതലയിൽ നിന്നും സഭ ഒഴിവാക്കി മാറ്റി നിർത്തി. കഴിഞ്ഞ 2 മാസമായി സഭയിൽ വിവാദം നടക്കുകയായിരുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് വികാരിയായിരുന്ന നാരായണ സെന്റ് മേരീസ് പള്ളിയിലെ ഒരു പ്രവാസി കുടുംബമാണ് പരാതിക്കാർ. ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വട്ടപ്പാറയിലുള്ള ദന്തൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ കുടുംബം കാതോലിക്ക ബാവയ്ക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുക്കുകയും ചെയ്തു. കാതോലിക്ക ബാവയ്ക്ക് കിട്ടിയ പരാതിയിലാണ് സഭ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വൈദികർ അനധികൃത സാമ്പത്തിക ഇടപാടുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഇടപെടരുത് എന്നും അങ്ങനെ വന്നാൽ നടപടിയെടുക്കണമെന്നും പരിശുദ്ധ സുന്നഹദോസും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാതോലിക്ക ബാവയുടെ നിർദ്ദേശമനുസരിച്ചാണ് സഭ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കത്തനാർ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവും കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ സുന്നഹദോസ് കൂടിയ സമയത്ത് അദ്ദേഹം ഉൾപ്പെടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിമതർ ദേവലോകത്ത് സമരം ചെയ്തിരുന്നു. ഭദ്രാസന മെത്രാപ്പോളിത്തയെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വൈദികൻ ഒരിക്കലും ഇതുപോലെയുള്ള സാമ്പത്തിക ആരോപണങ്ങളിൽ വരാൻ പാടില്ലാത്തതാണ്. ഈ വൈദികനെതിരെ നേരത്തെയും പല പരാതികൾ സഭയുടെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതേസമയം തന്നെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിമത നേതാക്കൾ ഈ കത്തനാരെ സംരക്ഷിക്കുവാൻ രംഗത്തിറങ്ങി. അനുരഞ്ജന ചർച്ചകളും കാലുപിടുത്തവും കൈപിടുത്തവുമായി അരമനകളിൽ കയറിയിറങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പരാതിക്കാർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കൊടുക്കാമെന്നും നടപടികൾ പിൻവലിക്കണമെന്നും വിമത സംഘം പറഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. മോഷണം മുതൽ ഉടമസ്ഥന് തിരിച്ചു കൊടുത്താൽ കേസ് ഇല്ലാതാകുന്നു. പണം തിരിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ പലതുണ്ടായിട്ടും കൊടുത്തില്ല. അവരുടെ പരാതി തള്ളിക്കളഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സഭാ നേതൃത്വത്തിന് കൊടുത്തത്. പരാതിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും മലങ്കര സഭ ഈ കത്തനാർക്കെതിരെ നടപടി ഇപ്പോഴെങ്കിലും എടുത്തതിൽ സഭാവിശ്വാസികൾ ആഹ്ലാദത്തിലാണ്.